യെസ്, ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് ബഹുഭൂരിപക്ഷം കുട്ടികളും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എൻ്റെ മെസ്സേജിലേക്ക് തന്നെ ഒരുപാട് കുട്ടികൾ അയച്ചതാണ്, സാറേ ടൈം ടേബിൾ വന്നിട്ട് ഞങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളാം. അപ്പോൾ ഒരു എന്തുണ്ടായിരിക്കും, എന്തൊക്കെ ഉണ്ടായിരിക്കില്ലേ. അത് എനിക്കും ചെറുപ്പത്തിലൊക്കെ ഉണ്ടായതാണ്. എങ്കിലിതാ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 18-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും. അത് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി 18-ാം തീയതി ഏത് എക്സാമും മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ആണ്. അതായത് ഒരു പക്ഷേ മലയാളം അല്ലെങ്കിൽ ഹിന്ദി, അറബി, അങ്ങനെ പലർക്കും പലതായിരിക്കും. ആ ഒരു പാർട്ട് 2 ലാംഗ്വേജ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർനൂണിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്തത്. മൺഡേ 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. തിങ്കളാഴ്ച കന്നി അംഗം കുറിക്കാൻ റെഡി ആയിക്കോളൂ. അങ്ങനെ ചൊവ്വാഴ്ച മക്കളെ 2 എക്സാം ഉണ്ട്. അതായത് ആഫ്റ്റർനൂണും ഉണ്ട്, അതുപോലെ തന്നെ ഫോർനൂണും ഉണ്ട്. കൂടുതൽ എക്സാമും ആഫ്റ്റർനൂൺ തന്നെയാണ്. ആകെ ഒരൊറ്റ എക്സാം മാത്രമേ, അതായത് ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ, ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് രാവിലെ വരുന്നുള്ളൂ. അതായത് ഒരു പക്ഷേ 9:30 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം നിങ്ങളുടെ സ്കൂളിലൊക്കെ പറയും. എങ്ങനെയായാലും ആ സമയം തന്നെയാണ്. അതായത് ബിഫോർ നൂൺ ഇംഗ്ലീഷ് മാത്രമാണ്. അതേ ദിവസം തന്നെ മാത്സും വരുന്നുണ്ട്. ആഫ്റ്റർനൂൺ മാത്സും വരുന്നുണ്ട്. ബാക്കി എല്ലാ എക്സാമും വരുന്നത് ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് എക്സാം വരുന്നത്. ഇനി ബുധനാഴ്ചത്തെ കാര്യം എടുക്കാം. ചൊവ്വാഴ്ചയാണ് 2 എക്സാം വരുന്നത്. ബുധനാഴ്ച വരുന്നത് പൊളിറ്റിക്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും. അപ്പോൾ 2 വിഷയമുണ്ടെന്നാണോ? അല്ല, ചിലർക്ക് പൊളിറ്റിക്സ് ആയിരിക്കും. അതായത് കൊമേഴ്സുകാർക്ക് തന്നെ ചില കൊമേഴ്സുകാർ പൊളിറ്റിക്കൽ കൊമേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ചില ഹ്യൂമാനിറ്റീസുകാർക്ക് പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയാണ്. ചിലർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും. കൊമേഴ്സുകാർക്ക് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഴുതുന്നവർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പൊളിറ്റിക്സ് എഴുതുന്നവർ പൊളിറ്റിക്സ്. ആഫ്റ്റർനൂൺ തന്നെയാണ്. ഇനി തേഴ്സ്ഡേ അതായത് 21-ാം തീയതിയിലേക്ക് വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവർക്കും ഉണ്ടാവുന്ന സബ്ജക്റ്റ് അല്ല, സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, പിന്നെ വരുന്നത് ഫ്രൈഡേ 22-ാം തീയതി ഫ്രൈഡേ വരുന്നത് ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ്. എക്കണോമിക്സ് ആണ് വരുന്നത്. പിന്നെ 2 ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പാണ്, അതായത് ശനിയും ഞായറും. പിന്നെ വീണ്ടും തിങ്കളാഴ്ച 25-ാം തീയതി മൺഡേ ആഫ്റ്റർനൂണിന് ജോഗ്രഫി ഓർ അക്കൗണ്ടൻസി. അതായത് ജോഗ്രഫി ഉള്ള ആളുകൾക്ക്, ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ആണെങ്കിൽ ജോഗ്രഫി ആയിരിക്കും, അന്ന് കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ അത് അക്കൗണ്ടൻസി ആയിരിക്കും ഉണ്ടാവുക. ഈ ജോഗ്രഫി ഒന്നും ഇല്ലാത്തവർക്ക് അന്ന് ലീവ് തന്നെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ട്യൂസ്ഡേ, അതായത് 26/8/2025 ട്യൂസ്ഡേ വരുന്നത് ആഫ്റ്റർനൂൺ സോഷ്യോളജിയാണ് വരുന്നത്. സോഷ്യോളജി. പിന്നെ അതുപോലെ തന്നെ വെനസ്ഡേ അതായത് 27-ാം തീയതി വരുന്നത് ഹിസ്റ്ററി ബിസിനസ്. ഹിസ്റ്ററി ബിസിനസ് എന്ന് പറയാൻ കാരണം ഹിസ്റ്ററി ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റും ബിസിനസ് കൊമേഴ്സ് സബ്ജക്റ്റുമാണ്. അത് കഴിഞ്ഞ് 27-ാം തീയതി കഴിഞ്ഞാൽ സ്കൂള് അന്നായിരിക്കില്ല ക്ലോസ് ചെയ്യുന്നുണ്ടാവുക, 28-ാം തീയതി ആയിരിക്കും ക്ലോസ് ചെയ്യുക. അത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഓണം എക്സാമിനുള്ള സ്പെഷ്യൽ കാര്യങ്ങൾ, അതായത് എല്ലാ കാര്യങ്ങളും, മൈക്രോബിറ്റുകളാവട്ടെ, കോപ്പി അടിക്കാനുള്ള കേട്ടോ മൈക്രോബിറ്റ്, പെട്ടെന്ന് പഠിക്കാനുള്ള ഷോർട്ട് നോട്ടുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് എസ്സേ ക്വസ്റ്റ്യനുകൾ, വൺ വേർഡുകൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിലേക്ക് എന്ത് ചെയ്യുക, ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തന്നെയാണ്. അതിലേക്ക് ആ ലിങ്കിലുണ്ടായിരിക്കും കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്നുള്ള ലിങ്ക്. കമൻറ്റ് ബോക്സിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇതിലേക്ക് എത്താൻ പറ്റും, ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റും. അത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. മക്കൾ ഓണം എക്സാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോ, ലെഫ്റ്റ് അടിച്ചോ, പ്രശ്നമില്ല. പക്ഷേ അവസാനം വരെ നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതൊരു ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ഓണം എക്സാം ആയി, ഞങ്ങൾക്ക് ഇപ്പോൾ ടൈം ടേബിൾ വന്നപ്പോൾ ഭയങ്കര ടെൻഷനായി, ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഓണം സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വെറും 999 രൂപ. അതായത് സാർ ഒരു സബ്ജക്റ്റിന് 999 എന്നാണോ? അല്ല, ഓൾ സബ്ജക്റ്റ്, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, എല്ലാ സബ്ജക്റ്റിനാണെങ്കിലും നിങ്ങൾക്ക് വെറും 999 രൂപയ്ക്ക് ഓണം സ്പെഷ്യൽ, അതായത് ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ പോർഷൻസിൻ്റെ ലൈവ്, എല്ലാ പോർഷൻസിൻ്റെ ക്ലാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നോട്ട്സൊക്കെ ഉണ്ടോ കയ്യിൽ? ഇല്ലയെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ വിരിയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അയ്യോ നോട്ടൊന്നും ഇല്ലല്ലോ. നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എക്സാമുകൾ, ഇതൊക്കെ തന്നിട്ട് ഓണം എക്സാമിന് നിങ്ങളെ സെറ്റാക്കിയിരിക്കും മക്കളെ. ഓണം എക്സാം നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും. വെറും 999 രൂപയേ ഉള്ളൂ. അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടവരും നമ്മളോട് എന്ത് ചെയ്യുക, ബന്ധപ്പെടാന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ എന്തായാലും ഓണം എക്സാമിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും റെഡി ആയി നിന്നോളൂ. എല്ലാ ഷോർട്ട് നോട്ടുകളും ഷോർട്ട് നോട്ട് വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് എന്തായിരിക്കും വരും. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യരുത്, ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഈ ഓണം എക്സാം നമുക്കുള്ളതാണ്. 2025 ഓണം എക്സാം ഏറ്റവും ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ തന്നെ ആയിരിക്കും. ആ ബെസ്റ്റ് ആവാനുള്ള പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു മക്കളെ. അപ്പോൾ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഓണം എക്സാം നമുക്കുള്ളതാണ്, നമുക്ക് മാത്രമുള്ളതാണ്. കളറാക്കാം, കളർഫുള്ളാക്കാം.